മദ്യപാനം നിർത്തണം, മാർഗമുണ്ട്. ഹെർബൽ ഡൈജസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആണ് പറയുന്നത്. ഓർമ്മിക്കണം, നിർത്താൻ ആഗ്രഹമുള്ളവർക്ക്, അയൽവക്കംകാർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. നിർത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഈ എപ്പിസോഡില് മദ്യപാന ആസക്തിക്ക് കാരണമാകുന്ന എന്ത്, അത് കുറയ്ക്കാൻ എന്തിനെ ഉപയോഗിച്ച് സാധിക്കും, അതിനുശേഷം വരുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതിനെ ഓരോന്നോരോന്നായിട്ട്, അതായത് വിഡ്രോവൽ സിംറ്റം ഉണ്ടാകും, അപ്പൊ അതിനെ അതിജീവിക്കാൻ എന്ത് മാർഗം, രണ്ടാമത് ആസക്തി ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാൻ എന്ത് മാർഗം, ഉണ്ടാകാതിരിക്കാൻ എന്ത് മാർഗം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 4-5 പ്രധാന പോയിന്റുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ, മദ്യപാനാസക്തിക്ക് കാരണമാകുന്നത് അശാന്തമായ ഒരു നാഡീവ്യവസ്ഥ, നാഡീവ്യൂഹത്തിന്റെ തകരാറാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അന്നേരം നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന, അല്ലെ മദ്യപാനി ആശ്രയിക്കുന്ന ഒരു ഉപാധിയാണ് മദ്യം. അതുകൊണ്ട് മദ്യപാനിയുടെ നാഡീവ്യൂഹത്തിന്റെ അശാന്തിയായി ഇല്ലാതാക്കി അതിനെ ശാന്തമാക്കി തീർക്കണം. ഇതാണ് മദ്യപാനം ആസക്തി ഇല്ലാണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയാൻ പോകുന്ന ടിപ്സ് നമ്മുടെ നാട്ടിലേതല്ല. ഇവിടെ കൂടുതൽ ആൾക്കാർ കുടിക്കാനുള്ള സംവിധാനങ്ങളോടാണ് എല്ലാവർക്കും താല്പര്യം. മാറ്റാൻ ആരും പറയാറില്ലല്ലോ. മറ്റ് രാജ്യങ്ങളിൽ, അതായത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ മദ്യപാനാസക്തി നിർത്താനായിട്ട് എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവരെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുന്നത്. കുട്സു പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് കുട്സു ഒരു പ്രത്യേക ചെടിയുടെ വേര് ഉണക്കി പൊടിച്ചെടുക്കുന്ന ഹെർബല, അതിനകത്ത് വേറെ ചേരുവയൊന്നുമില്ല. ഇത് 1/2 സ്പൂണോ 1 സ്പൂണോ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അവരവിടെ ചെയ്തു വരുന്നത്. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ, ചെയ്യുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പാരമ്പര്യ വൈദ്യന് ഇത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം. കാരണം പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരെ, ബ്ലഡ് കട്ടിയാകുന്നതിന് മരുന്ന് കഴിക്കുന്നവരെ, അതേപോലെ ലിവറിന്, അതായത് ലിവറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, ലിവർ പ്രോബ്ലംസിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരെ, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരെ, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരെ, ഇങ്ങനെയുള്ള 3 കൂട്ടം ആൾക്കാരെ ഇത് സ്വതന്ത്രമായിട്ട് കഴിക്കാൻ പാടില്ല. അഡ്വൈസ് മസ്റ്റായിട്ട് വാങ്ങിച്ചേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, പാരമ്പര്യ വൈദ്യത്തിൽ പറയുന്ന ടിപ്സ് ഒന്നും സ്വയം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാനോ പാടില്ല. വിവരം അറിഞ്ഞു വെക്കാനേ നിവൃത്തിയുള്ളൂ, വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതൊന്നും ഓർപ്പിക്കുക. ഇനി ഇതെങ്ങനെ ഇത് പ്രവർത്തിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഗംഭീരമായ പഠനങ്ങൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ നടത്തിയിട്ടുണ്ട്. പറയുന്നതിന്റെ ആധികാരികത ആ പഠനങ്ങളാണെന്ന് ഓർപ്പിക്കുക. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മനസ്സിലാക്കിയത്, ഈ കുട്സു പൗഡറിനകത്തുള്ള ചില ഐസോഫ്ലാവോൺസ് ഉണ്ട്. അവ മദ്യത്തിന്റെ ആസക്തിയെ കുറയ്ക്കാൻ, അത് മദ്യപാന ആസക്തി കുറയ്ക്കുന്നത് കൊണ്ട് മദ്യം കഴിക്കുന്ന അളവിനെ കുറയ്ക്കാൻ പര്യാപ്തമാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉപയോഗം കൊണ്ട് സ്വാഭാവികമായിട്ടും ഗ്രാജുവലി അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന് അർത്ഥം. ഇനി ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് ക്രമത്തിനാണല്ലോ നിർത്തി വരിക, നിർത്തുമ്പം പിന്നെയും കുടിക്കാനുള്ള ഒരു ശ്രമം, ഒരു തോന്നൽ വരും. ഈ തോന്നൽ വരുന്നതിന്റെ കാരണം മദ്യം ശരീരത്തിലെ ഷുഗറിന്റെയും പൊട്ടാസ്യത്തിന്റെയും
മദ്യം ശരീരത്തിലെ ഷുഗറിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവിനെ കുറയ്ക്കുന്നത് കൊണ്ടാണ്. ഇതിനെ അതിജീവിക്കാനും ഉണ്ട് നമുക്കൊരു കൊച്ചു മരുന്നല്ല, റെമഡി. 4 ഈന്തപ്പഴം എടുക്കുക, ഡേറ്റ്സ് എന്ന് പറയുന്ന സാധനം. അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക തലേ ദിവസം രാത്രിയിൽ. പിറ്റേ ദിവസം രാവിലെ എടുത്ത് അത് നല്ലവണ്ണം ഞെരടി പിഴിഞ്ഞ വെള്ളത്തിലാക്കി ആ വെള്ളം കുടിക്കുക. ശരീരത്തിലുണ്ടാകുന്ന ഷുഗറിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് വീണ്ടും പോയി കുടിക്കാനുള്ള ആ താല്പര്യം കുറയ്ക്കും. ഇനി മദ്യം നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്, കൈവിറയൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം, ഉറക്കക്കുറവ്. ഇനി മദ്യം കുറയ്ക്കുമ്പോൾ അഥവാ മദ്യം നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ്, നമുക്കെല്ലാം മദ്യപാനികൾക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് കൈവിറയലും ഉറക്കക്കുറവും. ഈ 2 പ്രശ്നത്തിനുള്ള പരിഹാരം വേണ്ടേ? അതിനുകൊണ്ട് പരിഹാരം വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അമുക്കുരം അല്ലെങ്കിൽ അതിന് അശ്വഗന്ധ എന്ന് പേര് പറയും. ഇത് പൊടിച്ചു വെക്കുക. ഈ പൊടി രാത്രിയിലെ ചൂട് പാലിനകത്ത് ഒരു ചെറിയ സ്പൂൺ കലക്കി കുടിച്ചേച്ച് കിടന്നാൽ മതി. അതിൻ്റെ ഒരു പ്രത്യേകത, അത് നാഡീവ്യൂഹത്തിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും, ഉറക്കം ഉണ്ടാക്കുകയും ചെയ്യും. ഈ പറയൽ അതോട് കൂടിയിട്ട് ഒഴിവായി വരും. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ചെയ്തു പോകേണ്ട ഒരു പ്രക്രിയയാണ്. മദ്യത്തോട് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒരു ആസക്തി ഉണ്ടല്ലോ, ഗ്രാജ്വലി അത് നിൽക്കണമെങ്കിൽ താമസം വരും. അങ്ങനെ വരുന്നതിനെ കുറയ്ക്കാനായിട്ട് ഈ മദ്യപാനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നല്ല മുന്തിരി ജ്യൂസ് ഓരോ ഗ്ലാസ് ഇടയ്ക്കല്ല ദിവസവും കുടിക്കുക. ഒത്തിരി ഒന്നും കുടിക്കാൻ പോരുത്, വയറിളകിയൊക്കെ ഇരിക്കും. 1 ഗ്ലാസ് മതി കുടിക്കുക. അപ്പൊ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ചെറിയ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട് സ്വാഭാവികമായിട്ട്, അത് മതി. അപ്പൊ അത് ശരീരം അതേലൊക്കെ സാറ്റിസ്ഫൈ ചെയ്തു പോകും. അപ്പൊ ആസക്തി, മദ്യം കുടിക്കേണ്ട നമ്മൾ തീരുമാനിച്ചിട്ടാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് പോകാനുള്ള ടെൻഡൻസിക്ക് വീണ്ടും കുറവുണ്ടാകും. ഇനി ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു, ഓക്കെ, മദ്യപാനം നിർത്തിയെങ്കിലും മദ്യപാനം ഉള്ളപ്പോഴാണെങ്കിലും കഴിക്കേണ്ട ചില അത്യാവശ്യം 2-3 ആഹാരങ്ങളുണ്ട്. തവിട് കളയാത്ത അരി കൊണ്ടുള്ള പലഹാരമോ കഞ്ഞിയോ, തവിട് കളയാത്ത അരി. അതുപോലെ പയറുവർഗ്ഗങ്ങൾ അല്ലെ ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട ഒരു സംഗതി, നെല്ലിക്ക, ഓറഞ്ച് തുടങ്ങിയ സാധനങ്ങൾ, നാരങ്ങാ വെള്ളം തുടങ്ങിയവയുടെ ഉപയോഗം അത്യാവശ്യമാണ്. ധാരാളം വെള്ളവും കുടിക്കണം. നിർബന്ധമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ശരീരത്തിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് വളരെ ആശ്വാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മദ്യം കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിനോടുള്ള അതിൻ്റെ കുറച്ച് വിഷമങ്ങളെ കുറയ്ക്കാനൊരു ചെറിയ ഉപാധിയുണ്ട്, അധികം കഴിക്കാൻ തോന്നാതിരിക്കാനും. പക്ഷേ അതൊരു ശരിക്കു പറഞ്ഞാൽ നമുക്കത് അഡ്വൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കേസുമാണ്. 2 സ്പൂൺ തേൻ കുടിക്കുക ആദ്യം. അതിനുശേഷമാണ് ഈ മദ്യം കഴിക്കുന്നതെങ്കിൽ മദ്യത്തിലെ ആൽക്കഹോളിനെ തേനിനകത്തുള്ള ഫ്രക്ടോസ് പെട്ടെന്ന് ദഹിപ്പിക്കും. അതുകൊണ്ട് അധികം വിഷമത്തിലേക്ക് പോകാതെ തന്നെ അത് നിർത്താനായിട്ടുള്ളൊരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ തേനിന്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം എത്രമാത്രം അഭികാമ്യമാണ് എന്നുള്ളത് നാട്ടുവൈദ്യത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അത്ര അഡ്വൈസുകളായിട്ട് പറയാത്തതിന് കാരണം. പക്ഷേ മദ്യപാനം നിർത്താൻ തീരുമാനിച്ച ഒരാള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങളെ കൃത്യമായി ഓർത്തു വെച്ചുകൊണ്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ, അവർക്ക് കുടുംബത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മദ്യപാനത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ പറ്റും. ആദ്യം തീരുമാനമെടുക്കണം. അതിനുശേഷം എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ റെമഡീസ് കൊണ്ട് നിശ്ചയമായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഒരു വിശേഷാൽ അഭ്യർത്ഥന കൂടിയുണ്ട്. എന്തെന്ന് വെച്ചാല്, പാരമ്പര്യ വൈദ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതായത് ഒരു വൈദ്യനും ബോർഡ് വെച്ചോ പരസ്യം വെച്ചോ ഒന്നും ചികിത്സിക്കാൻ മേലാത്ത സാഹചര്യങ്ങളിലേക്ക് വരുന്നു. ഒപ്പം തന്നെ പാരമ്പര്യ വൈദ്യന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പലപ്പോഴും ഈ മേഖല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങള് ഒരു കർമ്മ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് പലവിധ അസുഖങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധന്മാരായ ധാരാളം ആളുകൾ നാട്ടുവൈദ്യത്തിലുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അവരെ കഴിയുന്നത്ര
സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന, എന്ന് വെച്ചാൽ അത് അവർക്കാരും പരിചയമില്ല എന്നല്ലേ ഇതിനർത്ഥം. ഇപ്പോ പരമാവധി ആളുകളിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ ഇന്റർവ്യൂ ആയിട്ട് അല്ലെ അവരെ കണ്ടെത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സ്, നമ്പര് ഒക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ചില ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് ചില എക്സാമ്പിളുകൾ ഞാൻ പറയാം. മഞ്ഞപ്പിത്തത്തിന് 1-2 പ്രാവശ്യം മരുന്ന് കഴിച്ചാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ ഇത് പോകുന്നുണ്ട്. അത് ഇപ്പോഴും ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. പരു ഒന്ന് സഹികെട്ടിയ ആൾക്കാരുണ്ട്. നമ്മുടെ ആൾക്കാർ പരു കീറിക്കളണം കൊണ്ട് നടന്നിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ ആ പരു വീണ്ടും വരാതിരിക്കാനുള്ള ചികിത്സ ഒന്നും ഇതുവരെ അവർക്കാർക്കും ഇല്ല. പക്ഷെ പാരമ്പര്യ വൈദ്യത്തിലുണ്ട്. അത് ചെയ്യുന്ന അതിന്റെ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് വെച്ചാൽ അത് ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെ ഓരോന്നിനും പറ്റുന്ന അല്ലെ പല രോഗങ്ങൾക്കും ഇതുപോലെ ചെയ്ത് ഫലപ്രാപ്തി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വൈദ്യന്മാരൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തലമുറയായിട്ട് വന്ന അറിവുകളാണ് അതൊക്കെ. അവരെ പരിചയപ്പെടുത്തി, അവരുടെ മരുന്നുകളെ കുറിച്ചല്ല പറയുന്നത്. മരുന്ന് അവർ തന്നെയാണ് ചെയ്യുക, നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇന്നയാൾ ഇന്ന് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ, നമ്മുടെ സമൂഹം അറിഞ്ഞാൽ, ആവശ്യക്കാർക്ക് അവരെ തേടി ചെന്ന് ആ ചികിത്സ എടുക്കാൻ പറ്റും. ചികിത്സയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യവും, സ്വന്തം ശരീരത്തിലെ ചികിത്സയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യം അനുവദിക്കാത്ത കിരാത നിയമം നിലനിൽക്കുന്ന എവിടെ ഇത്തരം ചികിത്സ കിട്ടുമെന്ന് അറിഞ്ഞാൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പോയി ആ ചികിത്സ തേടാൻ സാധിക്കുമല്ലോ. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിലും ഈ പ്രസ്ഥാനത്തെ അല്ലെ ഈ സമൂഹത്തെ, പാരമ്പര്യ വൈദ്യ സമൂഹത്തെ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് യാത്ര വേണ്ടി വരുന്നുണ്ട്. ഞങ്ങളുടെ മെനക്കേട് എന്ന് വെച്ചാൽ പോകുന്ന ആൾക്കാരെ മറ്റു പണികൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ടെക്നിക്കൽ ലെവലിലുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതിലേക്കൊക്കെ കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പ്ലാൻ ഉണ്ട്. അതിനുള്ള ചില സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കേണ്ടതുണ്ട്. വാഹനം ഏർപ്പാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് അധികം ഒന്നും നടക്കുന്ന സംഗതിയല്ല. വൈദ്യന്മാരുടെ സമയം ചോദിച്ചു വേണം പോകാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സമൂഹത്തിന്റെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായേ പറ്റുള്ളൂ. മാനസികമായിട്ടുള്ള സപ്പോർട്ട് ഒന്ന്, രണ്ടാമത് സാമ്പത്തിക സപ്പോർട്ടും ഇല്ലാണ്ട് പറ്റില്ല. കാര്യം ഇപ്പൊ തന്നെ പെട്രോളിന് 110 രൂപയായി. ഇത് ദിനം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പോകുന്ന ഒരു ടീമിനെ അവരുടെ ആഹാര കാര്യങ്ങളും അവരുടെ ചെലവ് കാര്യങ്ങളും ഒക്കെ നടത്തി പോകണമല്ലോ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ചെലവ് സ്വാഭാവികമായിട്ട് വരും. അതിലേക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം, ഞങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓഫർ ചെയ്യാണ്. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ പരിമിതിയിൽ നിന്ന് യാത്ര ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലേക്ക് ചെയ്യാവുന്ന എന്ത് സഹകരണവും വെച്ചാൽ മറ്റൊന്നുമല്ല, സാമ്പത്തിക സഹകരണം തന്നെ തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇതിലൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡില് അല്ലെങ്കിൽ UPI ID ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്കാകാവുന്ന സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.